ഹലോ. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യണത് കുറച്ച് വീക്കെൻഡ് ടിപ്സാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മളെ വീക്കെൻഡിലൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹോൾ വീക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ സാറ്റർഡേ മോർണിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം തന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള ലഞ്ചും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഇത് ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം കിട്ടുന്നതാണ്. അപ്പോൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീക്കെൻഡ് മാത്രമല്ല നമ്മുടെ മന്തെൻഡും കൂടിയിട്ടാണിത്. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു തീർന്നിട്ടുള്ള കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് എടുത്തിട്ട് വാഷ് ചെയ്തൊന്ന് ഡ്രൈ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് സാറ്റർഡേ ഈവനിങ് ഒന്ന് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റീഫിൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് വയ്ക്കാം. ഇനി നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നിർബന്ധമാണ്. അതിപ്പോൾ നമ്മൾ പോയിട്ട് വാങ്ങുന്നതാണെങ്കിലും വേറെ ആരെങ്കിലും കയ്യിൽ കൊടുത്തേക്കുന്നതാണെങ്കിലും ഒരു ലിസ്റ്റ് എന്തായാലും പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്കൊരു റിപ്പീറ്റഡ് പർച്ചേസ് തടയാനും പിന്നെ നമ്മൾ ആവശ്യമില്ലാതെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാനും ആവശ്യമുള്ളത് നമ്മൾ വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ മന്ത്ലി ഗ്രോസറി ലിസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ചെയ്യാണ്ട് കുറച്ചും കൂടെ ഒരു റൂട്ടീൻ കീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഓരോ ഐറ്റംസും കഴിയുന്ന സമയത്ത് തന്നെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലാസ്റ്റ് ടൈം ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പം അത് വിട്ടുപോകാണ്ട് ശ്രദ്ധിക്കാനും കൂടെ പറ്റുന്നതാണ്. ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് കുറച്ച് പോട്ട്സൊക്കെ ഇവിടെ റീപോർട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു ടൈമിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീക്കെൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീക്കിൽ ബിസി ആവാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ ഞാനിതപ്പോൾ സ്കൂൾ ഷൂ ഒക്കെ മോളുടെ അടുത്ത് തന്നെ ക്ലീൻ ചെയ്തെടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ഡ്യൂട്ടീസൊക്കെ അവരെയും കൂടെ ഏൽപ്പിക്കുന്നത് നല്ലതാണ്. അത് അവർക്കൊരു റെസ്പോൺസിബിൾ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. ഇനി നമ്മൾ ഇൻഡോറിൽ വെച്ചിട്ടുള്ള എല്ലാ പ്ലാന്റ്സും ഒന്ന് വാഷ് ചെയ്ത് വെള്ളമൊക്കെ മാറ്റി ഒരു ഫിൽറ്റർ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ജനലിൻ്റെ ഭാഗത്തോട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫുൾ ഡേ ഞാനത് ഇങ്ങനെ തന്നെ വെക്കുന്നതാണ്. അപ്പോൾ സൺഡേ ആണ് ഞാനിത് എടുത്തിട്ട് ഓരോ പ്ലേസിലും റീപ്ലേസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസിലും സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്തും കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഒരു ടൈം സേവിങ് ആണ് നമ്മുടെ നെക്സ്റ്റ് വീക്കിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഞാനിവിടെ ചെയ്തെടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി ഈ ഒരു വീക്കെൻഡ് ടൈമിൽ തന്നെ നമുക്ക് ഡീപ്പ് ക്ലീൻ വേണ്ട നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് ഡെയിലി റൂട്ടീനിൽ അത് ഉൾപ്പെടാതെ നമുക്ക് നമ്മുടെ ടൈം ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു വീക്കിൽ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ടി വന്നത് എൻ്റെ ബാത്റൂമാണ്. അപ്പോൾ എൻ്റെ ബാത്റൂംസൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു സാറ്റർഡേസിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഗ്രോസറി ഷോപ്പിംഗ് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ രാത്രി തന്നെ പോയിട്ട് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതൊന്നും പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടില്ല. വന്നപ്പോൾ തന്നെ കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ കിടന്നതിന് ശേഷം ഒരു മൈലാഞ്ചി പൂതി വന്നിട്ട് ഞാൻ കയ്യിൽ കുറച്ച് മൈലാഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ. ഇതിപ്പോൾ രാവിലെ 5:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചായക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ച് രാത്രി കഴുകി എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു വേസ്റ്റ് ബിന്നിലൊക്കെ കവറൊക്കെ ഇട്ട് ഒന്ന് റീപ്ലേസ് ചെയ്ത് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ തലേദിവസം രാത്രി വാങ്ങിച്ചിട്ടുള്ള മന്ത്ലി ഗ്രോസറീസൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഈ ഒരു കേർഡും ബട്ടറും ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ലിസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ലിസ്റ്റിൽ ഇല്ലാത്തത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു കേർഡ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഓവർ ബൈ ആവാണ്ട് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് മുമ്പ് ഒരു ലിസ്റ്റ് പ്രിപ്പറേഷൻ എന്നുള്ളത്. അപ്പോൾ ഇനി എക്സ്ട്രാ പാക്കറ്റ്സൊക്കെ ഞാൻ ഈ ഒരു വലിയ കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തീർന്നിട്ടുള്ളതും യൂസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ബോട്ടിൽ തന്നെ റീപ്ലേസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.